നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് അമ്മ പ്രേമകുമാരി യമൻ പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകി. ദയാധനം സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണെന്ന അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിനിത വിജിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമ നടപടി പറയും. തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലുള്ള നിർണായകമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇനി ശേഷിക്കുന്നത്. 3 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. ഇന്ന് 13ആയി. ഈ മാസം 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഇതിനെതിരെ സാധ്യമായ വഴികളൊക്കെ തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും. ഇതിനിടയിലാണ് ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ് യമൻ പ്രോസിക്യൂട്ടർക്ക്. ഈ വധശിക്ഷ 16-ന് നടപ്പാക്കുമെന്നുള്ളത് നീട്ടിവെക്കണം, അന്നത് നടപ്പാക്കരുതെന്നുള്ളതാണ് ഈ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദയാധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നടന്നു വരികയാണെന്നും ഈ ഘട്ടത്തിൽ ആ വധശിക്ഷ നടപ്പാക്കരുതെന്നുമാണ് ഈ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സനയിലാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയുള്ളത്. നിമിഷപ്രിയയും സനയിലെ ജയിലിലാണുള്ളത്. ജയിലിലെത്തി മകളെ കാണുന്നതിനുള്ള ശ്രമങ്ങളും ഈ അമ്മ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഉദ്യോഗ തലത്തിലേക്കുള്ള ചില അമ്മയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് 2-3 ദിവസം കഷ്ടിയേ ഉള്ളൂ വധശിക്ഷ നടപ്പാക്കാൻ. വധശിക്ഷ നടപ്പാക്കരുത്, അത് നീട്ടിവെക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ളത്. വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.